കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിസന്ധി ഒരിക്കലും അവസാനിക്കുന്നതല്ല. കോൺഗ്രസിനെ എല്ലാ ദിവസവും വിമർശിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടുമല്ല. പക്ഷേ കോൺഗ്രസിലെ നേതാക്കളുടെ പ്രവർത്തികൾ കാണുമ്പോൾ അറിയാതെ പ്രതികരിച്ചു പോവുകയാണ്. കെ സുധാകരന് ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസിലെ നേതൃത്വവും ഹൈക്കമാൻഡും അടക്കമുള്ളവർ. കെ സുധാകരനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലായി ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു സാഹചര്യം. എന്തൊക്കെ പറഞ്ഞാലും കെ സുധാകരൻ്റെ വായിൽ നിന്നും വരുന്ന പിടിവിട്ട വാക്കുകളും വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇതിന് എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ടാക്കിൾ ചെയ്ത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ യാതൊരുവിധ ധാരണയുമില്ലാത്ത അവസ്ഥയിലായി. കെ സുധാകരൻ നടത്തുന്ന പല പ്രസ്താവനകളും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. കെ സുധാകരന്റെ പുതിയ പ്രസ്താവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ആയിരുന്നുവെങ്കിൽ വി സതീശനെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് എതിരെയായിരുന്നുവെങ്കിലും വലിയ തോതിലുള്ള പൊതു വിമർശനമാണ് ഉയർന്നു വരുന്നത്. ഓരോ ഘട്ടത്തിലും സതീശനും ഹസനും അടക്കമുള്ളവർ ഈ പറയുന്ന സുധാകരനെ തള്ളി പറയുന്നുണ്ടെങ്കിലും എങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നറിയാത്ത വലിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നതായി കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ വ്യക്തമാക്കുകയാണ്. ഒരു ഘട്ടത്തിൽ RSSന്റെ ശാഖകൾ CPMകാരുടെ ശല്യത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് സ്വന്തം ആളുകളെ വിട്ട് സംരക്ഷിച്ചിരുന്നു എന്നുള്ള പ്രസ്താവനയെല്ലാം സുധാകരൻ നടത്തി വലിയ തോതിൽ കോൺഗ്രസ് പഴി വാങ്ങേണ്ടി വന്നിരുന്നു. അത് ഓരോ ഘട്ടത്തിലും പ്രത്യേകമായ രീതിയിലായിരുന്നു. അതിനുശേഷം വന്ന പ്രസ്താവനയായിരുന്നു തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ താൻ എപ്പോൾ വേണമെങ്കിലും BJPയിലേക്ക് പോകും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന പുറത്തു വന്നു. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രസ്താവനകളാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളെയും ഇപ്പോൾ വെറ്റിലാക്കിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു രീതിയിലുമുള്ള പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള അവസ്ഥ കെ സുധാകരൻ്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ കണ്ടെത്തൽ. അതായത് വയനാട് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് സഹായം നൽകുന്നതിനെ ചൊല്ലി സുധാകരൻ പറഞ്ഞ അഭിപ്രായം പാർട്ടിയെ പൊതുസമൂഹത്തിൽ വല്ലാതെ ഒറ്റപ്പെടുത്തിയിരുന്നു. അതായത് മാസശമ്പളം ഇടതുപക്ഷത്തിന് നൽകേണ്ട സാഹചര്യമില്ല എന്ന് തുടങ്ങുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയായിരുന്നു അന്ന് നടത്തി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതായത് ദുരന്തകാലത്ത് സർക്കാരിനൊപ്പം നിൽക്കണമെന്ന് വി സതീശൻ തുറന്നടിച്ചതോടുകൂടി കെ സുധാകരൻ വലിയ തോതിൽ ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സുധാകരൻ മുമ്പും പാർട്ടിയെയും മുന്നണിയെയും കുഴിയിൽ ചാടിക്കുന്ന നിരവധി പ്രസ്താവനകളാണ് പുറത്തേക്ക് തള്ളിവിട്ടത്. കണ്ണൂരിൽ RSS ശാഖ സംരക്ഷിക്കുന്നു എന്നുള്ള പ്രസ്താവന വലിയ തോതിൽ എല്ലാ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ വിമർശകരും ഏറ്റെടുക്കുകയും കോൺഗ്രസ്സുകാർ തന്നെ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും എല്ലാം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിനെ പോലും അപമാനിക്കുന്ന തരത്തിൽ സുധാകരൻ നടത്തിയ പ്രസ്താവനയുടെ അലയൊലികൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. RSS നേതാവായ ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിയാക്കിക്കൊണ്ട് നെഹ്റു വർഗീയ ഫാസിസത്തോട് സന്ധി ചെയ്യാൻ തയ്യാറായി എന്നായിരുന്നു സുധാകരൻ്റെ ഒരു ഘട്ടത്തിലെ പ്രസ്താവന. ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സുധാകരൻ സ്വബോധം വരെ നഷ്ടപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. വരാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി KPCC നേതൃത്വത്തെ മാറ്റണം എന്നുള്ള അഭിപ്രായമെല്ലാം വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ഉയർന്നു വരലിൽ എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം വിജയിച്ച കാര്യങ്ങളെല്ലാം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ അല്ലാത്ത രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതാണിപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് സുധാകരന്റെ മേൽ പെട്ടെന്ന് നടപടി സ്വീകരിക്കാത്തത്. ഏതായാലും ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും പാർട്ടിയിൽ ഉരുണ്ടുകൂടുന്ന അസ്വസ്ഥതകൾ കൂടുതൽ കാർക്കശ്യം വന്ന് അത് കൂടുതൽ കനത്ത മഴയായി പെയ്യാനുള്ള സാഹചര്യമാണ് കണ്ടുവരുന്നത്. തക്കം പാർത്ത സുധാകരൻ്റെ കസേര സ്വപ്നം കണ്ട് പലരും കഴിയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവരും ഇതിനെ നന്നായി ഊതിക്കത്തിച്ച് പെരുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും സുധാകരൻ ഈ പ്രാവശ്യം കേരളത്തിൻ്റെ പുക കണ്ടേ, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പുക കണ്ടേ അടങ്ങൂ എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്.